ഓക്കെ സർ. ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ബയോ-സവാർട്ട്സ് ലോ വെച്ചിട്ട് എന്താ കണ്ടുപിടിച്ചത്? ബയോ-സവാർട്ട്സ് ലോ എന്താണ് പറയുന്നത്? ബയോ-സവാർട്ട്സ് ലോ എന്ന് പറയുന്നത് നമ്മളൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്തു. ഇതൊന്നും വരയ്ക്കേണ്ടത്, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി കൺസെപ്റ്റ് പറയുകയാണ്. നമ്മൾ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുന്നു. ആ കണ്ടക്ടറിൽ കൂടെ ഐ എന്ന് പറയുന്ന കറണ്ട് കടത്തി വിടുന്നു. നമുക്കറിയാം, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചാണ് ഇതിനും ചുറ്റിനും എന്തുണ്ടാകുന്നു? ഇതിനും ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത്? ഡി ബി എന്ന് പറയുന്ന കൺസെപ്റ്റ്. അത് എന്തുകൊണ്ട് ഡി ബി എന്ന് വന്നു എന്നറിയാമോ? ഡി ബി എന്ന് വന്നതിന് കാരണം നമുക്ക് ഈ കണ്ടക്ടറിൻ്റെ മൊത്തത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ലെങ്ത് എലമെൻറ്റ് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഏത് പോയിന്റ് ആണോ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിലേക്ക് ഡി എല്ലിൽ നിന്ന് ഒരു പൊസിഷൻ വെക്ടർ വരയ്ക്കുന്നു. അതിനെ ആർ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഡി എല്ലും ഈ ആറിൻ്റെയും ഇടയിൽ ഫോം ചെയ്യുന്ന ഈ ആംഗിൾ തീറ്റ ആയിട്ട് നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നായിരുന്നു, ആണല്ലോ. എന്നാൽ ഈ ഇക്വേഷൻ ഒരിക്കലും ഇതിൻ്റെ ഡയറക്ഷൻ നൽകില്ല. ഡയറക്ഷൻ നൽകണമെങ്കിൽ എന്ത് ചെയ്യണം? ഡയറക്ഷൻ നൽകണമെങ്കിൽ അതിൻ്റെ വെക്റ്റർ ഫോം കണ്ടുപിടിക്കണം. നമ്മൾ അവിടെ കൂളംബ് ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് വെക്റ്റർ ഫോം ഓഫ് കൂളംസ് ലോ കണ്ടുപിടിച്ചായിരുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ ബയോ-സവാർട്ട്സ് ലോയുടെ വെക്റ്റർ ഫോം എന്തിനു വേണ്ടിയാണ് കണ്ടുപിടിക്കുന്നത്? ഡി ബിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. ഓക്കെ ആണല്ലോ. അതായത് ഈ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഡി ബി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഡി എല്ലിൽ നിന്ന് ആറിലോട്ട് ക്രോസ് ചെയ്താൽ മതി. എവിടെ? ഈ പോയിന്റ് വെച്ചിട്ട് ക്രോസ് ചെയ്യണം. അതായത് നമ്മൾ ഇവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് റൈറ്റിലോട്ട് എന്ത് ചെയ്യാം? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? അത് അകത്തോട്ട് കയറിപ്പോവും. ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ഇത് ഈ ഡയറക്ഷനിലായിരിക്കും ഡി ബിയുടെ ഇവിടുത്തെ ഡയറക്ഷൻ എന്നുള്ളതാണ്. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി നേരത്തെ പഠിപ്പിച്ചൊരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ വെക്റ്റർ എ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞായിരുന്നു വെക്റ്റർ എ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വെക്റ്റർ സി ആണ് കിട്ടുന്നത്. അപ്പം എ എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ, ബി എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ, എനിക്ക് എ ക്രോസ് ബി ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഒരു പടം വരച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു 3 ഡയമെൻഷനിലായിട്ട് ചിന്തിക്കണമെന്ന്. ഞാനൊരു പേപ്പർ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. ഈ പേപ്പറിൽ ഞാൻ എ എന്ന് പറയുന്ന വെക്ടർ ഇങ്ങോട്ടും ബി എന്ന് പറയുന്ന വെക്ടർ ഇങ്ങോട്ടും വരയ്ക്കുന്നു. ഇത് എ, ഇത് ബി. എന്നിട്ട് എ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവച്ചിട്ട് ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. എ ക്രോസ് ബി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ സ്ക്രൂ എന്ത് ചെയ്യും? ഈ സ്ക്രൂ തന്നെ ഇതിനകത്തോട്ട് കയറിപ്പോയിട്ട് കണ്ടോ, ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ വരിക. അപ്പോൾ സിയുടെ ഡയറക്ഷൻ ഇതായിരിക്കും. അപ്പം നമുക്ക് ക്രോസ് ചെയ്യേണ്ടത് എവിടെ നിന്ന് എങ്ങോട്ടാണോ നോക്കണം, ഈക്വൽ ടു ഇപ്പുറത്ത് ആരാ നോക്കണം. ഇപ്പം ഇവിടെ എന്താ? നമുക്ക് ഡി എൽ ക്രോസ് ആർ ആണുള്ളത്. ഡി എൽ ക്രോസ് ആർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഡി ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടുന്നത്. ഇപ്പം ഇതിനെ ഞാൻ ഒരു 3 ഡയമെൻഷണൽ ഇമേജ് ആയിട്ട് വരയ്ക്കാം. അതായത് ഞാനൊരു പേപ്പർ എടുക്കുന്നു. ഓക്കെ, ഈ പേപ്പറിൻ്റെ പ്ലെയിനിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഇത് കൊണ്ട് വെക്കുന്നു. എനിക്ക് ആ പേപ്പറിൽ തന്നെ ഉള്ള ഒരു പോയിന്റിലാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? അതിലാണ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ഡി എൽ, ഇതാണ് ആർ. ഡി എൽ ക്രോസ് ആർ എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ ഈ പോയിന്റിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഡി എൽ ക്രോസ് ആർ തന്നെ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യണം, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പം ഈ പോയിന്റിലുള്ള ഡി ബിയുടെ ഡയറക്ഷൻ ഇതുവഴി തന്നെ ഇങ്ങോട്ടേക്കായിരിക്കും. ഇതായിരിക്കും ഡി ബിയുടെ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഡി ബിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്തത്? ഡി എൽ ആദ്യം ഒന്ന് ഫിക്സ് ചെയ്തു, എന്നിട്ട് ആർ ആദ്യം ഫിക്സ് ചെയ്തു, എന്നിട്ട് ഡി എല്ലിൽ നിന്ന് എന്ത് ചെയ്തു? നമ്മൾ ആറിലോട്ട് കറക്കുന്ന രീതിയിൽ എന്ത് ചെയ്തു? നമ്മുടെ സ്ക്രൂ ഡ്രൈവറിനെ ഏത് പോയിന്റിലാണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിൽ കൊണ്ട് വെച്ചിട്ട് ഡി എല്ലിൽ നിന്ന് ആറിലോട്ട് കറക്കുന്ന രീതിയിൽ കറക്കി. ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ 3 ഡയമെൻഷനിലായിട്ട് പറഞ്ഞപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്ന പോലല്ല ഈ ചാപ്റ്റർ, മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അടുത്തൊരു ഡെറിവേഷനാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് +2 പഠിക്കാൻ ഉള്ളതിൽ ഏറ്റവും പാടുള്ള ഡെറിവേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇതാണെന്നാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. റേ ഒപ്റ്റിക്സിനകത്തൊക്കെ ഡെറിവേഷൻ നമുക്ക് മനസ്സിലാകുന്ന ഡെറിവേഷനാണ്. കണ്ടന്റ് കൂടുതലാണെങ്കിലും നമുക്ക് അതെല്ലാം മനസ്സിലാകുന്നതാണ്. പക്ഷെ പാടുള്ളത് ഇതും പിന്നെ വേവ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 1-2 ഡെറിവേഷൻ ഇച്ചിരി പാടാണ് മനസ്സിലാക്കാൻ. അതിൽ ഏറ്റവും പാടുള്ളതിൽ ഒരെണ്ണമാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ കാര്യം മനസ്സിലാകാതെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് മുന്നിലോട്ട് പോകാൻ പറ്റത്തില്ല.
ഇത് ഓരോരുത്തരോടും ഞാൻ ചോദിക്കുക, ഈ ഡി ബിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന കാര്യം മനസ്സിലായോ? അഭിരാം ഓക്കെ ആണോ? അഭിരാം അനന്യ ഓക്കെ ആണോ? അനന്യ ഏഞ്ചലീന ഓക്കെ ആണോ? ഏഞ്ചലീന അനുഗ്രഹ, ക്രിസ്റ്റ, എൽവിന അതേപോലെ തന്നെ അനീറ്റ, ജനറ്റ്, കീർത്തന, ഷാരോൺ, നന്ദിത, പാർത്ഥിവ്. ലോബിസിനോട് ഞാൻ ചോദിക്കുന്നില്ല, കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഞാനത് വീഡിയോ അയച്ചു തന്നിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം, ഞാൻ എടുത്തു തരാം. ഓക്കെ, ഇച്ചിരി പാടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു പ്ലെയിൻ ആണ് ഇതെങ്കിൽ ഇതാണ് ഒരു പ്ലെയിൻ, ഇത് പ്ലെയിൻ ആണെന്ന് വിചാരിച്ചോ. ഈ പ്ലെയിനിൽ ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന് വിചാരിച്ചോ. എനിക്ക് ഈ വെക്ടർ, അതായത് ഇത് ഒരു വെക്ടർ, ഇത് എയും ഇത് ബിയും ആണെങ്കിൽ എനിക്ക് എ ക്രോസ് ബി കണ്ടുപിടിക്കണം. എ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു വെക്ടർ കിട്ടും, സി. ആ സി എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്താൽ മതി? എനിക്ക് ഈ പോയിന്റിലുള്ള സിയുടെ ഡയറക്ഷനാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ പോയിന്റിലോട്ടൊരു സ്ക്രൂ ഡ്രൈവർ ഞാൻ കൊണ്ടുവച്ചിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ സ്ക്രൂ ഡ്രൈവർ അകത്തേക്ക് കയറിപ്പോവും. അപ്പോൾ സിയുടെ ഡയറക്ഷൻ ഇതായിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ ഡി ബിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഡി ബിനെ ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു പ്ലെയിൻ സർഫസിൽ കൊണ്ടുവച്ചു. ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ ഒരു പേപ്പറാണ്. ഈ പേപ്പറിൻ്റെ അതേ പ്ലെയിനിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാനൊരു കറണ്ട് ക്യാരിയും കണ്ടക്ടറിനെ കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്തെ ഡി എൽ എന്ന് പറയുന്ന എലമെൻറ്റ് ഞാൻ കൺസിഡർ ചെയ്തു. ആ പ്ലെയിനിൽ തന്നെ അവിടെ നിന്ന് ഒരു ആർ ഡിസ്റ്റൻസ് ദൂരെ പി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്തു. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഡി ബി ഈസ് ഈക്വൽ ടു μ0 ഐ ഡി എൽ സൈൻ തീറ്റ, μ0/4π ആണ്. ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ്. പക്ഷേ ഈ ഡി ബിയുടെ ഡയറക്ഷൻ നമുക്കറിയത്തില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വെക്ടർ ഫോം എടുത്തപ്പോൾ ഡി എൽ ക്രോസ് ആർ ചെയ്താൽ എനിക്ക് ഡി ബിയുടെ ഡയറക്ഷൻ കിട്ടുമെന്ന് മനസ്സിലായി. അപ്പം ഇതാണ് നമ്മുടെ ഡി എൽ. ഇതാണ് ഡി എൽ. അപ്പോൾ ഡി എല്ലിൻ്റെ മോൾ ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. നോക്കിയോ, ഡി എല്ലിൻ്റെ മോൾ ഭാഗം, അതായത് ഈ പൊസിഷൻ വെക്ടറിൻ്റെ മോൾ ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ആറിലോട്ട് ക്രോസ് ചെയ്യണം. ഇങ്ങനെ ക്രോസ് ചെയ്യണം. അത് എവിടെ വെച്ചിട്ട് ചെയ്യണം? വേണ്ട, ഈ പോയിന്റിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഞാൻ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, സ്ക്രൂ ഡ്രൈവർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രൂ എന്ത് ചെയ്യും? അകത്തേക്ക് കയറിപ്പോവുക ചെയ്യുന്നത്. അപ്പം ഡി ബിയുടെ ആ പോയിന്റിലുള്ള ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് ദാറ്റ് പേപ്പർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ പോകും. ഇതാണ് ആ ഡി ബിയുടെ ഡയറക്ഷൻ. ഇനി പ്ലെയിൻ എങ്ങനെ ഇരിക്കുന്നോ, ഡി എൽ ക്രോസ് ആർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടുന്നത് ആ ഡയറക്ഷനിലായിരിക്കും ഡി ബി പോകുന്നത് എന്നുള്ളത് എപ്പോഴും ചിന്തിക്കുക. അനീറ്റ ഓക്കെ ആണോ? അനീറ്റ, നീ, ശ്വേതയൊക്കെ ഓക്കെ ആണോ? ഓക്കെ. അപ്പം വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ ഈ ഒരു പടം ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേക്കുക. നിങ്ങളിപ്പം വരച്ചതിൻ്റെ താഴെ ഞാൻ പറയാം എന്താ എഴുതേണ്ടതെന്ന്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വേണമെങ്കിൽ ഈ പടം ഒന്ന് വരച്ചിട്ടേക്കുക. നോക്കിക്കോളൂ. ഇത് എഴുതിയിട്ട് നിങ്ങൾ എഴുതേണ്ടത്, ഇവിടം വരെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഡി എൽ വെക്റ്റർ ഡി എൽ ക്രോസ് ആർ gives the direction of magnetic field, that is ബ്രാക്കറ്റിൽ വേണേൽ ഡി ബി എന്ന് കൊടുക്കാം. ഡി ബിയുടെ ഡയറക്ഷൻ കിട്ടും. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഞാൻ ഈ വരയ്ക്കുന്ന പോലെ തന്നെ നിങ്ങളൊരു പടം, ഞാൻ ഈ വരയ്ക്കുന്ന അതേപോലെ തന്നെ വരയ്ക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി ഞാനൊരു സ്റ്റെപ്പായിട്ട് വരയ്ക്കാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഒരു വര ഇങ്ങനെ വരയ്ക്കുക, ഒരു വര ഇങ്ങോട്ട് വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഒരു വര നേരെ താഴോട്ട് വരയ്ക്കുക. മൊത്തം വരയ്ക്കേണ്ട, പകുതി വരെ കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യുക. കണ്ടോ, ഇതിപ്പോൾ ഒരു പേപ്പർ നിങ്ങളുടെ ബുക്ക് വേർട്ടിക്കലായിട്ട് വെച്ചിരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ നമ്മൾ നേരത്തെ മറ്റേ ബയോസവാർട്സ് ലോ വരച്ച ആ ഒരു കണ്ടക്ടറിനെ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ പേപ്പറിൻ്റെ പ്ലെയിനിൽ തന്നെ കൺസിഡർ ചെയ്യുക. ഐ കറണ്ട് കടത്തി വിടുന്ന പോലെ കൺസിഡർ ചെയ്യുക. ഐ എന്ന് വേണമെങ്കിൽ എഴുതുക. എന്നിട്ട് ഡി എൽ കുറച്ച് ലെങ്തിൽ കൺസിഡർ ചെയ്തു. ഇതാണ് ഡി എൽ എന്ന് വിളിച്ചു. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ ആ കണ്ടക്ടറിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് ദൂരെ ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മളൊരു ജസ്റ്റ് ചുമ്മാ ഒരു സ്ക്രൂ ഡ്രൈവർ വല്ലതും ചുമ്മാ ഇങ്ങനെ വരച്ചാൽ മതി. നിങ്ങൾക്ക്
വരയ്ക്കുന്ന പോലെ അറിയാവുന്ന പോലെ വരച്ചാൽ മതി. എന്നിട്ട് ദെൻ ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്നുള്ളത് ആരോ ഇട്ട് കാണിക്കുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്നുള്ളത് ആരോ ഇട്ട് കാണിക്കുക, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എന്നിട്ട് ആ ഡി ബിയുടെ ഡയറക്ഷൻ വേണ്ട ഇതുവഴി അകത്തേക്കാണ്, ഇതുവഴി അകത്തേക്കാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കുക. ഇതുവഴി ശരിക്കും വരയ്ക്കുമ്പോൾ പുറത്തുകൂടെ ഇങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ വരച്ചാലേ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഇത്രയും വരച്ചിട്ട് ബാക്കി പുറത്തുകൂടെ ഇങ്ങനെ വരച്ചാൽ മതി. ഇതായിരിക്കും ഡി ബിയുടെ ഡയറക്ഷൻ. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒന്നും വരയ്ക്കേണ്ട, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ എഴുതിയാണ്. ഇവിടെ വേണമെങ്കിൽ എഴുതി വെച്ചോ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, എന്നാലേ ഡി എൽ ക്രോസ് ആർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെയും ആ ക്രോസ് ചെയ്യുന്ന ഇത് കാണിക്കുക, രണ്ടിങ്ങനെ ഒരു ആരോ ഇട്ട് കാണിക്കുക, രണ്ടിങ്ങനെ. ഇവിടെയും അതേപോലെ തന്നെ ക്ലോക്ക് വൈസ് ഒന്നും എഴുതി വെക്കുക. ഇത് സ്കൂളിൽ പഠിക്കുമ്പം ഇങ്ങനൊന്നും പറഞ്ഞു തരത്തില്ല, നിങ്ങളതൊക്കെ മനസ്സിലാക്കാനേ പറയത്തുള്ളൂ. ഇത് ഈ പ്രോപ്പർ രീതിയിലാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഇതിങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഡെറിവേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത്രയും എഴുതുക. എന്നിട്ട് താഴോട്ട് ഒരു കാര്യം എഴുതുക, ഒരു ഡോട്ട് ഇടുക, താഴോട്ടൊരു ഡോട്ട് ഇടുക, താഴോട്ടൊരു ഡോട്ട് ഇടുക. എന്നിട്ട് എഴുതേണ്ടത് if we consider a circular current carrying circular current carrying coil and the current is moving in, and the current is moving in clockwise direction. Current is moving in clockwise direction. The direction of magnetic field is towards the inwards, അല്ലെങ്കിൽ towards inward of the circular coil, towards inward of the circular coil by right hand thumb rule. അത് ഞാനൊന്ന് വരച്ച് കാണിക്കാം. നമ്മൾ ഒരു സർക്കുലാർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇത് ഇങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോവാണ്. നിങ്ങൾ നേരത്തെ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്? നമ്മുടെ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിനകത്തൂടെ കറണ്ട് കടത്തി വിടുവാണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തമ്പ്, ഇതാണ് നമ്മുടെ ബാക്കിയുള്ള വിരലുകളൊക്കെ ഇങ്ങനെ വരും ഇല്ലേ? വിരലുകൾ ഇങ്ങനെ വരും, ആണോ? വിരൽ ഇങ്ങനെ വരും. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഇതുവരെ നമ്മൾ അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചത്. ഇപ്പോഴാണ് ഡി ബിയുടെ ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടാന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത് നമുക്കിപ്പോഴാണ്. അതിൻ്റെ ലോജിക്ക് കൃത്യം ഇപ്പോഴാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഒരു സർക്കുലാർ ലൂപ്പ് കൺസിഡർ ചെയ്താലും നമ്മുടെ തമ്പ് നമ്മളിപ്പോൾ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ, നോക്കി, ഇതൊന്നും വരയ്ക്കണ്ട കേട്ടോ, ഞാൻ ഈ തമ്പ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. തമ്പ് നമ്മളിങ്ങനെ പിടിക്കുകയാണ്. തമ്പ് പിടിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള വിരലൊക്കെ എങ്ങനെ ആയിരിക്കും വരുന്നത്? ഇതിനെ ചുറ്റി ഇങ്ങനെ ആയിരിക്കും വരുന്നത്. കാരണം കറണ്ട് ഈ ഡയറക്ഷനിലാണ്, അതുകൊണ്ട് തമ്പ് ഈ ഡയറക്ഷൻ പിടിക്കുന്നു, ബാക്കിയുള്ള വിരലെല്ലാം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുവാണെങ്കിൽ ഈ കോയിലിൻ്റെ അകത്ത് ഉള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എന്തായിരിക്കും? അകത്തേക്കായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അകത്തേക്കായിരിക്കും. ഓക്കെ, അകത്തേക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അകത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആലോചിച്ച് തുടങ്ങേണ്ടത് ഒരു ഇതല്ല. ഇപ്പം ഇതുപോലെ തന്നെയാണ്,
ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു പോയിന്റിലെ ഇപ്പോൾ ഇതുവഴി കറണ്ട് പോവാണ്, ഈ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? രണ്ട് ഇങ്ങനെ ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ തൊട്ട് മുകളിലുള്ള പോയിന്റ് നോക്കി കഴിഞ്ഞാൽ അവിടെയും മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇൻഫിനിറ്റി വരെ. അപ്പോൾ ഇവിടെ എല്ലാം ഇപ്പോൾ ഈ ഒരു പോയിന്റ് എടുക്കുവാണെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇത്, അടുത്ത മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ 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 അങ്ങനെ ഓരോ പോയിന്റിലും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ. ഈ പോയിന്റിൽ കണ്ടോ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ, ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടാവും. അങ്ങനെ എല്ലാ പോയിന്റിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യം ആലോചിച്ചോണം. അതെപ്പോഴും അകത്തേക്കായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ്? ഒരു സർക്കുലർ കറണ്ട് ക്യാരിങ് കോയിലിനകത്തൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് ആ കോയിലിൻ്റെ അകത്തേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. നിങ്ങളൊന്ന് പിടിച്ചു നോക്കിയാൽ മതി. നിങ്ങളുടെ വള എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു 2 വിരൽ, നിങ്ങളുടെ ഈ 4 വിരലിനകത്ത് 2 വിരലൊന്നും അതിനകത്തൂടെ കയറ്റി തമ്പ് ഒരു ഡയറക്ഷനിൽ പിടിച്ചു കഴിഞ്ഞാൽ എന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അല്ല, എന്താണ് അകത്തേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെ ഒരു ഇത് വരച്ചിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കാണിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഈ മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കത്തില്ല, പകരം ഇൻഡു എടുത്തുള്ളൂ. അകത്തേക്ക് കയറി പോകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ ഇൻഡു ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പം ഇൻഡു എന്നിട്ടിട്ട് എഴുതുക റെപ്രസെൻസ് ഇൻവേർട്ട് മാഗ്നറ്റിക് ഫീൽഡ്. റെപ്രസെൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻവേർട്സ്, അങ്ങനെ എഴുതിയാൽ റെപ്രസെൻസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻവേർട്സ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അതായത് ഒരു എന്താണ് സർക്കുലർ കോയിലിലൂടെ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ തമ്പ് റൂൾ വെച്ചിട്ട് അതിനെ കറക്കുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കായിരിക്കും പോകുന്നത്. ഇനിയും നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിനകത്ത് ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. ജസ്റ്റ് ഇൻഡു എന്ന് പറഞ്ഞ് അങ്ങ് തരും. അപ്പം ഇൻഡു എന്ന് പറഞ്ഞ് മാഗ്നറ്റിക് ഫീൽഡ് തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഈ ഇൻഡു എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ കാരണക്കാരൻ ആരാ? ഇതിന് വെളിയിൽ ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറിനകത്തൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൂടെ കറണ്ട് ഒഴുകുന്നതുകൊണ്ടാണ് തമ്പ് റൂൾ വെച്ചിട്ട് നിങ്ങൾ എവിടെ തമ്പ് വെക്കുവാണെങ്കിലും നോക്കിയോ, എവിടെ തമ്പ് വെക്കുവാണെങ്കിലും നോക്കിയോ, ഇങ്ങോട്ട് തമ്പ് വെക്കുവാണെങ്കിലും എവിടെ തമ്പ് വെക്കുവാണെങ്കിലും നിങ്ങളുടെ വിരൽ എങ്ങനെയായിരിക്കും? ബാക്കിയുള്ള വിരൽ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇൻറ്റു ദ പ്ലെയിൻ എന്ന് പറഞ്ഞൊരു സംഭവം തരുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ടത് അതുണ്ടാക്കുന്നത് ഒരു കാരണം കൊണ്ടാണ് ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താ? അതിൻ്റെ വെളിയിൽ ഒരു സർക്കുലർ കറണ്ട് ക്യാരിങ് ലൂപ്പുണ്ട്. അതിനകത്തൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുന്നതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റു ദ മാഗ്നറ്റിക് ഫീൽഡ് വന്നെന്നുള്ള കാര്യം ഒന്ന് തിരിച്ചു ആലോചിച്ച് വെച്ചേക്കുക. നമ്മൾ ഇപ്പോൾ പഠിച്ചത് സർക്കുലർ കറണ്ട് ക്യാരിങ് കോയിലിനകത്തൂടെ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ടിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ദ പ്ലെയിൻ ആയിരിക്കും എന്നാണ്. തിരിച്ചു ആലോചിക്കുക. ഇൻറ്റു ദ പ്ലെയിൻ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഒരിടത്ത് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് അതിനു ചുറ്റിനും ഒരു എന്താണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുന്ന ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സർക്കുലർ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട് എന്നുള്ളത് തിരിച്ചും ചിന്തിച്ചോണം. ഓക്കെ ആണല്ലോ? ഇനി ഈ 2 പടവും നിങ്ങൾ വരച്ചിട്ട് ഇത് എഴുതിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ഡോട്ട് ഇട്ടിട്ട് if the current is moving in anti-clockwise direction, the direction of magnetic field is towards outward of the plane. outward ആ പ്ലെയിന് വെളിയിലോട്ടായിരിക്കും. The direction of magnetic field is towards outward of circular coil by right hand thumb rule. അവിടെയും ഒരു പടം വരയ്ക്കുക. ദെൻ ഇങ്ങനെ ഒരു ഇത് വരയ്ക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ നിങ്ങളൊന്ന് നോക്കി, തമ്പ് നിങ്ങൾ എങ്ങനെയായിരിക്കും പിടിക്കേണ്ടത്? തമ്പ് തേണ്ട ഇങ്ങനെ പിടിക്കുന്നു എന്ന് വിചാരിച്ചോ. ഇങ്ങനെ പിടിക്കുന്നു എന്ന് വിചാരിച്ചോ. ഇതാണ് നിങ്ങളുടെ തമ്പ്. പക്ഷേ നിങ്ങളുടെ ബാക്കിയുള്ള വിരൽ നോക്കി, ഇങ്ങനെയല്ലേ വരിക? അപ്പം ഇവിടെ ഒന്ന് പുറത്തേക്കാണ്, കണ്ടോ? ഇങ്ങനെയാണ് നിങ്ങളുടെ വരിക. അപ്പം പുറത്തേക്കാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് വരിക. അപ്പം നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. നിങ്ങളൊരു റൗണ്ടിലുള്ള ഒരു വലിയ സംഭവം എടുത്തിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നിങ്ങൾ അതിലൊന്ന് പിടിച്ചു നോക്കുക. ഇങ്ങനെ വരും. ഞാൻ കുറച്ചുകൂടെ വലുതായിട്ട് വരച്ചു കഴിഞ്ഞാൽ നോക്കിക്കോളൂ.
കുറച്ചുകൂടെ വലുതായിട്ട് വരയ്ക്കാം. നമ്മുടെ തമ്പ് വരയ്ക്കുന്ന സമയത്ത് തമ്പ് ഇങ്ങനെ തമ്പ് നമ്മൾ വരയ്ക്കുന്നു. തമ്പ് റൂൾ വെച്ച് അല്ലെങ്കിൽ തമ്പിങ്ങനെ വരയ്ക്കുന്നു. തമ്പിങ്ങനെ പിടിക്കുന്നു. തമ്പിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള വിരലുകളൊക്കെ കണ്ടോ ഇങ്ങനെ പോകേണ്ടി വരും. കണ്ടോ ഇങ്ങനെ പോകും. അപ്പോൾ നമ്മുടെ കണ്ടോ, അപ്പം ഇവിടെ നിന്ന് പുറത്തോട്ടാണ് പോകുന്നത്. കണ്ടോ പുറത്തോട്ട്. നേരത്തെ ഇങ്ങോട്ട് പിടിച്ച സമയത്ത് ഇവിടെ നിന്ന് അകത്തേക്കായിരുന്നു വരുന്നതെങ്കിൽ ഇപ്പോൾ പുറത്തേക്കാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഔട്ട്വേർഡ് ഓഫ് ദ എന്താണ് സർക്കുലർ കോയിലായിരിക്കും വരുന്നത്. അപ്പം അതിനൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ വലിയ ഡ്രോയിങ് ആർട്ടിസ്റ്റ് ഒന്നുമല്ല, വിരളൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെ വരയ്ക്കാൻ നമുക്ക് നോക്കിക്കോളൂ. ഒരു ഇത് വരയ്ക്കുക, എന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരയ്ക്കുക, എന്നിട്ട് ഔട്ട്വേർഡ് കാണിക്കുക. ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം വെളിയിലോട്ടായിരിക്കും. ഇങ്ങനെ. അപ്പോൾ തൊട്ടടുത്ത് എന്ത് ചെയ്യുക, വേറൊരു പടം ഇങ്ങനെ വരയ്ക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് കാണിച്ച് കഴിഞ്ഞിട്ട് വെളിയിലോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും ഡോട്ട് വെച്ചിട്ടായിരിക്കും. അപ്പം ഈ ലൂപ്പിനകത്തെല്ലാം മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കായിരിക്കും. എന്നിട്ട് എഴുതുക, ഡോട്ട് ഇട്ടിട്ട് റെപ്രസെൻസ് the direction of magnetic field outwards. ഓക്കെ, അടുത്തത് നോക്കിക്കോളൂ. അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. കൂളംസ് ലോ വേഴ്സസ് ബയോ-സവാർട്ട്സ് ലോ. കൂളംസ് ലോ വേഴ്സസ് ബയോ-സവാർട്ട്സ് ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റിസവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് പറയുന്നിടത്തല്ല ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പറയുന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. വേറെ എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ, അതായത് ഒരു കോയിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് നമുക്ക് പറയാം. ഒരു ഹെഡും ഒരു ടെയിലും എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു കോയിൻ്റെ രണ്ട് വശങ്ങളാണെന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്ക്, കാരണം ഇതിൻ്റെ അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് അതിനും ഉള്ളത്. ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവിടെയുണ്ട്. ഇവിടെ കൂളംസ് ലോ ആണ്, അതിൻ്റെ ഒരു കൗണ്ടർ പാർട്ടാണ് ഇവിടുത്തെ ബയോ-സവാർട്ട്സ് ലോ എന്ന് പറയുന്നത്. കൂളംസ് ലോ ഫോഴ്സിനെ പറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അതായത് ഇലക്ട്രിക് ഫോഴ്സ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ പറ്റിയാണ് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ആണ്, എഫിനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്, ഇത് ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി പറയുന്നു, അത് മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റി പറയുന്നു എന്നൊറ്റ കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സ്പെസിഫിക്കലി കൂളംസ് ലോ എഫിനെ പറ്റിയല്ലേ പറയുന്നത്? ആണ്. കൂളംസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? കൂളംസ് ലോ എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു എന്താ, 1/4πε0 Q1 Q2 r² ആണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താ, F/Q ആണ്. അതെന്താ, 1/4πε0 Q/r². അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡും എന്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാ? ഈ കൂളംസ് ലോയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാ. അപ്പോൾ ഇതിനെയും കൂളംസ് ലോ എന്ന് പറയാം. മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് അത് കൂളംസ് ലോ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. കൂളംസ് ലോയിൽ നിന്നാണ് അവിടുത്തെ ഇക്വേഷൻസ് എല്ലാം എന്താണ് ഡിറൈവ് ചെയ്ത് വന്നത്. ഓക്കെ, അപ്പം കൂളംസ് ലോ ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി സംസാരിക്കുന്നു. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ കൂളംസ് ലോ ഫോഴ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. എന്നാലും ആ ഫോഴ്സിൽ നിന്ന് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിച്ചു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂളംസ് ലോ ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി പറയുന്നു, ബയോ-സവാർട്ട്സ് ലോ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റി പറയുന്നു. അതാണ്.
അപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസങ്ങളും അല്ലെങ്കിൽ സിമിലാരിറ്റിയും അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കുളംസ് ലോ വേഴ്സസ് ബയോ-സവാർട്ട്സ് ലോയ്ക്കകത്ത് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ബോത്ത് ആർ ലോങ് റേഞ്ച് ഫോഴ്സ്. ബോത്ത് ആർ ലോങ് റേഞ്ച് ഫോഴ്സ്. ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ബോത്ത് ആർ ലോങ് റേഞ്ച് ഫോഴ്സ്. ബ്രാക്കറ്റിൽ ഡിപ്പെൻസ് ഇൻവേഴ്സ്ലി ഓൺ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? രണ്ടും ലോങ് റേഞ്ച് ഫോഴ്സാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു ചാർജിന് ചുറ്റിനുള്ള ഇലക്ട്രിക് ഫീൽഡ് എവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്? ഇൻഫിനിറ്റി വരെ. അപ്പോൾ അത് ലോങ് റേഞ്ചാണ്. അതേപോലെ തന്നെ ഒരു കണ്ടക്ടറിന് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മളിങ്ങനെ കുറച്ച് റിങ് വരയ്ക്കുന്നതേ ഉള്ളൂ. ഇത് എവിടം വരെ ഉണ്ട്? ഇത് ഇൻഫിനിറ്റി വരെ ഉണ്ട്. അങ്ങ് പോവാം അല്ലേ? നമ്മൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ രണ്ടും ലോങ് റേഞ്ച് ഫോഴ്സാണ്. ഇനി ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എന്താ? 1/4πε0 Q/r². ഡി ബി മാഗ്നറ്റിക് ഫീൽഡ് എന്താ? μ0/4π × IdL sin θ/ എന്താണ്? r². രണ്ടും ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ ഇതിൻ്റെ സിമിലാരിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് രണ്ടാമത്തെ ഇപ്പോൾ പറയാൻ പോകുന്നത് സിമിലാരിറ്റിയാണ്. അതായത് ബോത്ത് ഒബേസ് പ്രിൻസിപ്പിൾ ഓഫ് പൊസിഷൻ. അതായത് ഇങ്ങനെ എഴുതാം: പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അപ്ലൈസ് ടു ബോത്ത് ഫീൽഡ്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് ദ ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ പഠിച്ചായിരുന്നു. അവിടെ നമ്മൾ E-Qവും E+Qവും മുഖാന്തരം ഉണ്ടാകുന്ന ഈ പോയിന്റിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? അതായത് ഇവിടുത്തെ E1 + E2 എന്നാണ് ചെയ്തത്. അതായത് ഇലക്ട്രിക് ഫീൽഡുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. സൂപ്പർ പൊസിഷൻ എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യുക ചെയ്യുന്നത്. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. അങ്ങനെ അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിനെ എന്ത് ചെയ്യാൻ പറ്റും? ഒരിടത്ത് dB1 ആണ്, ഒരിടത്ത് dB2 വന്നു. അപ്പോൾ എഫക്റ്റീവ് എടുക്കുമ്പോൾ dB1 + dB2 ചെയ്യും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനിയും അടുത്തത് നമുക്ക് ഡിഫറൻസ് ആണ്. അത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സ്കേലാർ സോഴ്സ് കോൾഡ് ചാർജ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് സ്റ്റേഷനറി ചാർജിന് ചുറ്റിനുമുള്ള ഒരു കൺസെപ്റ്റാണ് അല്ലേ? അപ്പം അത് ചാർജാണ് ഉണ്ടാക്കുന്നത്. ചാർജ് എന്താ? ചാർജ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് ആരാന്നറിയാമോ? നിങ്ങൾ പറയും കറണ്ടാണ്. പക്ഷേ കറണ്ട് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി തന്നെയാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. പക്ഷെ കറണ്ട് അല്ല ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്, കറണ്ട് എലമെൻ്റ് ആണ്. അതായത് IdL ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പം IdL ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്നുള്ള കാര്യം ഓർക്കണം. അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. വേറാസ് magnetic field is produced by magnetic field is produced by a vector source called current element ബ്രാക്കറ്റിൽ IdL എന്ന് കൊടുക്കാം. ഇതാണ് കറണ്ട് എലമെന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അതിനെ പറ്റിയൊക്കെ. അതേപോലെ തന്നെ അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് along the displacement vector joining the source and point. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അത് മറ്റേ കൂടെ പറഞ്ഞുതരാം. വേറാസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് perpendicular to the plane containing
plane containing displacement vector എന്ന് പറയുമ്പോൾ ആ പൊസിഷൻ വെക്ടറിനെയാണ് ആറിനെയാണ് പറയുന്നത്. ആർ ആൻഡ് ലെങ്ത് എലമെന്റ് ഡി എൽ. നമ്മൾ നേരത്തെ വരച്ചപ്പോഴും അത് തന്നെ ആയിരുന്നല്ലോ. അതായത് നമ്മളൊരു പേപ്പറിൽ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ലെങ്ത് എലമെന്റ്, ഇതാണ് നമ്മുടെ ഡി ആർ. അപ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് വന്നത്? മാഗ്നറ്റിക് ഫീൽഡ് കണ്ടോ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ളിലോട്ടാണ് വന്നത് ഇല്ലേ? അപ്പം ഇതിനും പെർപെൻഡിക്കുലർ ആണ് ഏത്? രണ്ട് ഈ ഡി ബിയുടെ ഡയറക്ഷൻ. എന്നാൽ ചാർജിൻ്റെ നോക്കിയാൽ, ചാർജിൻ്റെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം, ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കും ഇല്ലേ? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എങ്ങോട്ടാണ് പോകുന്നത് ആ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡും പോകുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് അടുത്ത പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് independent to angle while magnetic field is depends on angle എന്നിട്ടാ മതി. നമ്മളത് പഠിച്ചാൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനകത്ത് തീറ്റ ഇല്ല. E = 1/4πε0 Q/r² എന്നേ ഉള്ളൂ. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷനകത്ത് μ0/4π ഐഡിയൽ സൈൻ തീറ്റ / r² എന്നുണ്ട്. ഇത്രേ ഉള്ളൂ. ഇനിയും പഠിക്കാൻ പോകുന്ന ഡെറിവേഷനാണ് വളരെ പാടുള്ളതും മനസ്സിലാക്കാൻ നല്ല പെടാപ്പാട് വിടുന്നതുമായിട്ടുള്ള ഒരു ഡെറിവേഷനാണത്. അത് നിങ്ങൾ ഞാൻ ഒന്നുകൂടെ ഇപ്പോൾ പഠിപ്പിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല, നിങ്ങളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത്ര എഴുതിയെങ്കിൽ അതും കൂടെ പറഞ്ഞുതരാം, ആ ഡെറിവേഷൻ കൂടെ പറഞ്ഞുതരാം. എൻ്റെ നോട്ടിനകത്ത് ആ ഡെറിവേഷൻ 8 പേജാണുള്ളത് കേട്ടോ. 8 പേജിൻ്റെ ഒരു ഡെറിവേഷനാണ്. നമുക്കതൊരു 4 പേജിൽ ചുരുക്കി തരാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ.